നമസ്കാരം. ചരിത്രജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇറാൻ പിന്തുണയുള്ള ലെബനൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ വിഷയം. ഈ സംഘർഷം പക്ഷേ തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നുമല്ല. 4 പതിറ്റാണ്ടിലേറെ നീണ്ട രക്തരൂഷിതമായ ഒരു ചരിത്രം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ലെബനനിൽ 500ഓളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഹിസ്ബുല്ലയുടെ വേരറുക്കാൻ തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതും. ഗാസയിൽ ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഹമാസ് നേതാവ് യഹ്യ സിൻവറിനെ കാണുവാനില്ല എന്ന വാർത്തകൾ വരുമ്പോൾ സാധ്യത ഒന്നുകിൽ യഹ്യ ഇസ്രയേലിന്റെ കസ്റ്റഡിയിലുണ്ട്, അല്ലെങ്കിൽ IDF അയാളെ വധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ലെബനൻ മറ്റൊരു ഗാസ ആക്കരുത് എന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഗാസക്കാർക്ക് പറ്റിയതുപോലെ ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകാൻ നോക്കരുതെന്ന് ലബനീസ് ജനതയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നെതന്യാഹു. ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ലെബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇനിയും ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിലൂടെ ഇസ്രയേൽ നൽകുന്ന സൂചന. ലെബനനിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുല്ല ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് നീങ്ങുന്നത് എന്ന് ഹഗാരി പറഞ്ഞിട്ടുണ്ട്. വളരെ കാലമായി ഹിസ്ബുള്ള ലെബനീസ് ജനതയെ മനുഷ്യ കവചങ്ങളായാണ് ഉപയോഗിക്കുന്നത്. ഹമാസും ചെയ്തിരുന്നത് ഇതുതന്നെയാണ്. സ്കൂളുകൾക്കുള്ളിൽ, ആശുപത്രികൾക്കുള്ളിൽ, മാർക്കറ്റുകളിൽ, വീടുകളിലൊക്കെ തുരങ്കത്തിന്റെ ഓപ്പണിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ടണലുകളിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി ഹമാസുകാർ ഇസ്രയേലിലേക്ക് റോക്കറ്റ് അയക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ടണലിലേക്ക് പിൻവലിയും. റോക്കറ്റ് വന്ന സ്ഥലം തിരിച്ചറിഞ്ഞ് ഇസ്രയേൽ ഓട്ടോ സെൻസറുകൾ വെച്ച് റോക്കറ്റ് അയക്കുമ്പോൾ അത് വന്ന് വീഴുക ചിലപ്പോൾ സ്കൂളിലോ ആശുപത്രിയിലോ അല്ലെങ്കിൽ വീടുകൾക്ക് മുകളിലോ ആയിരിക്കും. ധാരാളം സാധാരണക്കാർ മരിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങളെല്ലാം നിരത്തിവെച്ച് ഹമാസുകൾ വലിയ വായിൽ കരയും. ഇസ്രയേലിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യും. ലെബനൻ ഭരിക്കുന്ന ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിനെ പിന്തുണച്ച് ഇസ്രയേലുമായി കൊമ്പുകോർക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ചരിത്രം അറിയണമെങ്കിൽ കുറച്ചു പുറകിലോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാന താവളം. 1982 ജൂണിൽ തെക്ക് നിന്ന് പ്രവർത്തിക്കുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേൽ ലെബനനെ ആക്രമിച്ചതോടെയാണ് തുടക്കമുണ്ടാകുന്നത്. ഇവർക്കൊപ്പം ലെബനനിൽ നിന്നും ഇറാൻ പരിശീലിപ്പിച്ചിറക്കിയ ഷിയ ഇസ്ലാമിസ്റ്റ് പോരാളികളും PLOയ്ക്ക് ഒപ്പം സഹായത്തിന് ഉണ്ടായിരുന്നു. ഇറാന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. 1982 ഇസ്രയേൽ സൈന്യം ലെബനന്റെ പകുതിയോളം പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇതിൽ ബെയ്റൂട്ടും ഉൾപ്പെടുന്നുണ്ട്. PLOയെ ഉപരോധിക്കുകയും ചെയ്തു. ഇസ്രയേൽ സൈന്യവും വലതുപക്ഷ ഇസ്രയേൽ സഖ്യകക്ഷിയായ ക്രിസ്ത്യൻ ലെബനീസ് മിലീഷ്യകളും ചേർന്നാണ് PLOയെ അന്ന് തുരത്തിയത്. ബെയ്റൂട്ടിലെ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ഇസ്രയേലി അന്വേഷണവും റിപ്പോർട്ടുകളും അനുസരിച്ച് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 17,000-ലധികം ആളുകളാണ് മരിച്ചത്. 1983 വീണ്ടും PLOയും ഷിയ മുസ്ലിംസുമായി ബന്ധമുള്ള 2 ചാവേറുകൾ ബെയ്റൂട്ടിലെ US മറൈൻ ബാരക്കുകൾ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. 300 US ഫ്രഞ്ച് ഉദ്യോഗസ്ഥരും സാധാരണക്കാരുമെല്ലാം അന്ന് കൊല്ലപ്പെട്ടു. ഒരു വർഷത്തിനു ശേഷം ഇറാൻ ബന്ധമുള്ള ഈ പോരാളികൾ ബെയ്റൂട്ടിലെ US എംബസിക്കു നേരെ ബോംബെറിഞ്ഞു. ഇതിലും 23 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 20,000 മുതൽ 3,500 വരെ പലസ്തീൻ അഭയാർത്ഥികളും ലെബനൻ പൗരന്മാരും കൊല്ലപ്പെട്ട സബ്ര, ഷതില കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ട്. 1985 PLO പോരാളികളും ഷിയ മുസ്ലിമുകളും ഉൾപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പ് പുതുതായി സ്ഥാപിതമായ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയിൽ ചേരുകയാണ്. യമൻ, സിറിയ, ഗാസ, ഇറാഖ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ നേതൃത്വത്തിലുള്ള ഒരു വലിയ സഖ്യസേനയുടെ ഭാഗമായി തീർന്നു ഹിസ്ബുള്ള. പാർശ്വവൽക്കരിക്കപ്പെട്ട ഷിയ ജനതയെ പ്രതിനിധീകരിച്ച് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക താഴ്വരയിലും അസംതൃപ്തരായ യുവാക്കളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഹിസ്ബുള്ള വലിയ ശക്തിയായി മാറുന്നത്. കാരണം അന്ന് ധാരാളം യുവാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ തൊഴിൽരഹിതരായിട്ടുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ യുദ്ധം കാരണം, വളരെ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന യുദ്ധം കാരണം
തികച്ചും അസംതൃപ്തരായിരുന്നവർ. ഭക്ഷണത്തിനും മറ്റും പൈസയില്ലാതെ, സാമ്പത്തികമായി സർക്കാരിൽ നിന്നോ മറ്റോ ഉള്ള ഒരു പിന്തുണയില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഈ ആൾക്കാരെ എല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഹിസ്ബുള്ളയുടെ സൈന്യം ഉണ്ടാക്കുന്നത്. ഇവർ ഒരു വലിയ ശക്തിയായി, ഒരു മിലീഷ്യയായി മാറുകയാണ്. 1982 1986 ഇടയിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 1985 തെക്കൻ ലെബനന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിപ്പിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു. കാരണം ജനങ്ങളുടെ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ചാരപ്പണി ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ ഇസ്രയേലിന്റെ ഓരോ മൂവ്മെന്റുകളും ശക്തമായി തിരിച്ചറിയുന്നതിന് ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇസ്രയേലിനെ തിരിച്ചയക്കാൻ, ലെബനനിൽ നിന്ന് പിൻവലിയിപ്പിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു. ലെബനൻ അതിർത്തിയിൽ മാത്രമേ പിന്നീട് ഇസ്രയേൽ സാന്നിധ്യം കാര്യമായി ഉണ്ടായിരുന്നുള്ളൂ. 1992 ലെബനനിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് ലെബനനിലെ 128 അംഗ പാർലമെന്റിൽ 8 സീറ്റുകൾ നേടി ഹിസ്ബുള്ള രാഷ്ട്രീയ ആധിപത്യം നേടി. ഇതോടുകൂടി ഒരു പക്കാ തീവ്രവാദ സംഘടനയിൽ നിന്ന്, അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ള ഒരു ലേബലിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ഒരു മോചനം ലഭിച്ചു. രാഷ്ട്രീയ ആധിപത്യം നേടി. കാലക്രമേണ സ്വാധീനം രാഷ്ട്രീയമായും സൈനികമായും വർദ്ധിച്ചു വന്നു. ഷിയ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ അത് വിപുലമായ സാമൂഹിക സേവനങ്ങൾ നൽകി. ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുന്നു എന്ന് വരുത്തി തീർത്തു. ഇങ്ങനെ ജനങ്ങളുടെ അംഗീകാരം പിടിച്ചുപറ്റുന്നതിന് ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു. ഇതേസമയം ഇസ്രയേൽ സേനയ്ക്കെതിരായ പ്രതിരോധം ഹിസ്ബുള്ള തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സേവന സഹായ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അതേസമയം തന്നെ തീവ്രവാദം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഡ്യുവൽ കളിയായിരുന്നു ഹിസ്ബുള്ള ചെയ്തിരുന്നത്. 1993 വടക്കൻ ഇസ്രയേലിലെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രയേൽ ഓപ്പറേഷൻ അക്കൗണ്ടബിലിറ്റി ആരംഭിച്ചു. ഇത് 118 ലബനീസ് സിവിലിയന്മാരെ കൊലപ്പെടുത്തിയ തീവ്രമായൊരു സംഘർഷത്തിലേക്ക് നയിച്ചു. 1996 വീണ്ടും ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമാകാൻ തുടങ്ങി. 2 പതിറ്റാണ്ടോളം നീണ്ട അധിനിവേശത്തിനു ശേഷം 2000 മെയ് മാസത്തിൽ ഇസ്രയേൽ ഏകപക്ഷീയമായി തെക്കൻ ലെബനനിൽ നിന്ന് പിൻവാങ്ങി. ലെബനനിലെ ഒരു ശക്തമായ രാഷ്ട്രീയ ശക്തിയായും ഇസ്രയേലിനെതിരായ അറബ് പ്രതിരോധത്തിന്റെ പ്രതീകമായും നിലനിന്നു. 2009 ആയപ്പോഴേക്കും ഹിസ്ബുള്ള ഒരു മിലീഷ്യയോ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമോ മാത്രമായി നിൽക്കാതെ ലെബനനിലെ പ്രബലമായ സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറി. സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ഈ ശക്തി കൂടുതൽ പ്രകടമായി. 2012 മുതൽ അസദ് ഭരണകൂടത്തിനു വേണ്ടി ഹിസ്ബുള്ള ഇടപെട്ടിരുന്നു. ഈ നീക്കം അറബികൾക്കിടയിൽ കുറച്ച് പിന്തുണ നഷ്ടപ്പെടുത്തി. പക്ഷേ ഇറാനുമായുള്ള സഖ്യം വളരെ ദൃഢമാക്കിയെടുക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു. ഇങ്ങനെ ഇറാനുമായുള്ള സഖ്യത്തിന്റെ ഗുണം യുദ്ധഭൂമിയിലാണ്, അല്ലെങ്കിൽ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും സഹായകമായി മാറുന്നത്. 2023 ഗാസ യുദ്ധം ഹിസ്ബുള്ളയെ ഇസ്രയേലുമായുള്ള നേരിട്ട ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും തിരിച്ചുകൊണ്ടുവരികയാണ്. ഹിസ്ബുള്ള വളരെ ശക്തിയോടുകൂടി തന്നെ ഇസ്രയേലിനെതിരെ ആക്രമണം തുടർന്നു. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് കൈമേയ് സഹായം നൽകാൻ ഹിസ്ബുള്ള തയ്യാറായി. ലെബനനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയാണ് ഹിസ്ബുള്ള ഹമാസിനുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തത്. അങ്ങനെ ഹിസ്ബുള്ള നേരിട്ട് യുദ്ധരംഗത്തേക്ക് എത്തി. ജൂലൈയിൽ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ കൊന്നതായി ഇസ്രയേൽ പറഞ്ഞതോടെ ഈ സംഘർഷം വർദ്ധിച്ചു. തിരിച്ചടിയായി ഹിസ്ബുള്ള 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചു. ഇപ്പോൾ ലെബനൻ തീച്ചൂളയായി മാറിയിരിക്കുകയാണ്. തീവ്രവാദത്തിന്റെ വേരറുക്കാതെ പിന്തിരിയില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നെതന്യാഹു. യുദ്ധം എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. ധാരാളം രക്തച്ചൊരിച്ചിലുകളും മറ്റും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾക്ക് ഭീകരവാദത്തിന്റെ വേരറുത്തേ മതിയാകുള്ളൂ. ഇസ്രയേൽ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ലെബനനിലെ സാധാരണക്കാരുടെ മരണം കണ്ടില്ല എന്ന് നടിക്കാനോ നമുക്കാവില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു തീവ്രവാദത്തിന്റെ പേരിൽ ഏതൊരു രാഷ്ട്രീയ ശക്തിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു മതശക്തിയാണെങ്കിലും ശരി, തീവ്രവാദത്തിന്റെ തണലിൽ തഴച്ചു വളരുന്നത് നമ്മൾക്ക് സഹിക്കാനാവില്ല. ഇതിന്റെ വേരറുത്തേ മതിയാവൂ. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ നല്ല വാർത്തകളുമായി, അല്ലെങ്കിൽ കൂടുതൽ ചരിത്രവുമായി, ചരിത്രത്തിലെ കഥകളുമായി വീണ്ടും നമ്മൾക്ക് കാണാം. തീർച്ചയായും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.